കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന തീർത്ഥാടകർക്കായുള്ള ഹജ്ജ് ക്യാമ്പിന് വെള്ളിയാഴ്ച തുടക്കം. കണ്ണൂരിൽ ശനിയാഴ്ചയും ക്യാമ്പുകൾ സജീവമാകും. മെയ് 10 ആദ്യ വിമാനത്തിൽ പുറപ്പെടുന്ന തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. കരിപ്പൂരിലെ സൗകര്യങ്ങൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ വിലയിരുത്തി. മെയ് 10 പുലർച്ചെ 1:05 ഹജ്ജ് തീർത്ഥാടകരെയും വഹിച്ചുള്ള ആദ്യത്തെ വിമാനം കരിപ്പൂരിൽ നിന്ന് പറന്നുയരുന്നത്. ഈ വിമാനത്തിൽ പുറപ്പെടുന്ന ഹാജിമാർ മെയ് 9 രാവിലെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട തീർത്ഥാടകർ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കോഴിക്കോട് വിമാനത്താവളത്തിലെ പില്ലർ നമ്പർ 5 സമീപമാണ് ഹാജിമാർ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കരിപ്പൂരിൽ വെള്ളിയാഴ്ചയും കണ്ണൂരിൽ ശനിയാഴ്ചയും ഹജ്ജ് ക്യാമ്പുകൾ സജീവമാകും. കരിപ്പൂരിലെ പുറപ്പെടൽ കേന്ദ്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ കരിപ്പൂരിലെ ഹജ്ജ് ഹൌസിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. യാത്രയ്ക്കും ക്യാമ്പ് പ്രവർത്തനങ്ങൾക്കുമായി ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും ഹജ്ജ് സെൽ പ്രവർത്തനവും സംഘം വിലയിരുത്തി. ഹജ്ജ് ഹൌസിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രതിനിധി സംഘത്തിന്റെ പ്രത്യേക ഓഫീസും പ്രവർത്തനം തുടങ്ങി. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ വിമാനം മെയ് 11 രാവിലെ 11 മണിക്കാണ് പുറപ്പെടുന്നത്. ഇതിലേക്കുള്ള തീർത്ഥാടകർ മെയ് 10 രാവിലെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. മെയ് 11 വൈകിട്ട് 7:30 പുറപ്പെടുന്ന രണ്ടാമത്തെ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട തീർത്ഥാടകർ മെയ് 11 രാവിലെ 6 മണിക്കും എയർപോർട്ടിലെത്തണം. മെയ് 22 കരിപ്പൂരിൽ നിന്നുള്ള അവസാന വിമാനം. 31 വിമാനങ്ങളിലായി 5361 തീർത്ഥാടകർ കരിപ്പൂർ വിമാനത്താവളം മുഖേന യാത്ര പുറപ്പെടുന്നുണ്ട്. 31 വിമാനങ്ങളിലായി 5361 തീർത്ഥാടകർ കരിപ്പൂർ വിമാനത്താവളം മുഖേന യാത്ര ചെയ്യുന്നുണ്ട്. കൊച്ചി എംബാർക്കേഷനിൽ നിന്നുള്ള ഹജ്ജ് യാത്ര മെയ് 16 ആരംഭിക്കുക. ന്യൂസ് ഡെസ്ക് NCV. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.